പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതുദിനത്തിലേക്ക് കൂടി നമ്മെ കരം പിടിച്ച് ആനയിക്കുകയാണ്. നിദ്രയിലായിരുന്ന നമ്മെ തൻ്റെ സ്നേഹത്തിൻ്റെ അനന്തമായ വായ്പിനാൽ വിളിച്ചുണർത്തി ഈ ദിനത്തിലേക്ക് സ്നേഹപൂർവ്വം ദൈവം നമ്മെ മാടി വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ, സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം. കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും നവമത്രേ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഓരോ പ്രഭാതത്തിൻ്റെയും ധന്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ ആരംഭിക്കുന്ന ഈ ജീവിതത്തെ, ഈ ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, ഈ ദിനം നമ്മൾ നടത്തുന്ന നമ്മുടെ യാത്രകൾ, ഈ ദിനത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, സ്വപ്നങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥനയോടെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് കൂടെ ആയിരിക്കുമ്പോഴാണ്, കർത്താവ് പരിപാലിച്ച് നടത്തുമ്പോഴാണ് നമ്മുടെ ഉദ്യമങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങളെല്ലാം അനുഗ്രഹമാകുക. ഇതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമത്രേ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമത്രേ. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, ഓരോ നിമിഷത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് അനുദിന ജീവിതകാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായ, അനുഗ്രഹമായ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനത്തിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും, ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്നു വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം കർത്താവ് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ നമുക്കൊരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനം ജീവിക്കാനെല്ലാം നമുക്ക് കൃപയും അനുഗ്രഹവും നൽകുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായ ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ബുദ്ധി, ചിന്ത, മനസ്സെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ ദിനം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന വചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും എല്ലാം പരിശുദ്ധാത്മാവേ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിൽ ആഴത്തിൽ പതിയുവാനും ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും അതുവഴി ദൈവനാമം മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി തൊഴിൽ രഹിതരായ എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
തൊഴിലില്ലാതെ, ഒരു വരുമാന മാർഗമില്ലാതെ, ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും ആകുലതകളിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. തൊഴിൽ അന്വേഷണത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കാം. അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരുണ ദൈവമേ വർഷിക്കണമേ എന്ന് ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് ഈ ദിനം നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവമായ കർത്താവ് നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷ വചനങ്ങൾ കേട്ടത്. ഈ തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട, വളരെ ആഴത്തിൽ വിചിന്തനം ചെയ്യേണ്ട ഒരു വചനമാണ് ഇന്നേ ദിനം കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നത്. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ വിലയുള്ളതായി കരുതുന്നതെന്തോ അതാണ് ജീവിതത്തിൻ്റെ നിക്ഷേപം. ഈ ജീവിതത്തിൽ നമ്മളെ എന്തിനെയാണോ ഒന്നാമത് പ്രതിഷ്ഠിക്കുന്നത്, ഒന്നാമതായി കരുതുന്നത്, കാണുന്നത്, അതാണ് നിക്ഷേപം. കർത്താവ് പറയുകയാണ്, നീ എന്തിനെയാണോ ഒന്നാമത് കരുതുന്നത്, കാണുന്നത്, നിൻ്റെ ഹൃദയം അതിൻ്റെ കൂടെയായിരിക്കും. ഈ ലോക സമ്പത്തിനെയാണോ നീ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, നീ ഒന്നാമതായി കരുതുന്നത്, നിൻ്റെ ഹൃദയം സമ്പത്തിനോടൊപ്പമായിരിക്കും. ജീവിതത്തിൽ നീ ഒന്നാമത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ, നിൻ്റെ ഹൃദയം ആ വ്യക്തിയോടൊപ്പമായിരിക്കും. നിൻ്റെ ജീവിതത്തിൽ ചില സന്തോഷങ്ങളാണോ നിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ അത് മദ്യപാനമായിരിക്കാം, ഒരുപക്ഷെ എന്തെങ്കിലും ദുശീലങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷങ്ങളായിരിക്കാം. നിൻ്റെ ഹൃദയം അതിനോടൊപ്പമായിരിക്കും. ഊണിലും ഉറക്കത്തിലും നിൻ്റെ ഹൃദയം അതിനോടൊപ്പമായിരിക്കും ആയിരിക്കുന്നത്. കർത്താവ് ഈ വചനത്തെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ നമ്മെ ഈ പ്രഭാതത്തിൽ ക്ഷണിക്കുകയാണ്. നമുക്കൊക്കെ സുപരിചിതനായ പുണ്യവാനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ. അന്തോണീസ് പുണ്യവാൻ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായിരുന്നു എന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ വളരെ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച് കടന്നുപോയൊരു പുണ്യവാനാണ് വിശുദ്ധ അന്തോണീസ്. പ്രിയമുള്ളവർ, അന്തോണീസ് പുണ്യവാൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാനായിരുന്ന ആശ്രമം ഇരിക്കുന്ന എടവക പള്ളിയിലെ വികാരിയച്ഛൻ അവിചാരിതമായൊരിക്കൽ അന്തോണി അച്ഛനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് ഈ വികാരിയച്ഛൻ അന്തോണി അച്ഛനോട് പറഞ്ഞു, അന്തോണി അച്ഛ, ഞാൻ ഇടവകയിലില്ല, അത്യാവശ്യമായി അല്പം ദൂരെ ഒരു ആവശ്യത്തിന് ഞാൻ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇടവകയിൽ ഒരു മരണമുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ ധനികനായ ഒരു മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്. ഇവിടെ അന്തോണി അച്ഛൻ പോയി അദ്ദേഹത്തിൻ്റെ അടക്കെല്ലാം നടത്തി കൊടുക്കണം. അങ്ങനെ വികാരിയച്ഛൻ അന്തോണി അച്ഛനെ ഈ ധനികനായ മനുഷ്യൻ്റെ മൃതസംസ്കാരം നടത്താനുള്ള ചുമതല ഏൽപ്പിച്ചു. അന്തോണി അച്ഛൻ വികാരിയച്ഛനെ ഏൽപ്പിച്ച ആ ദൗത്യം ശിരസ ഏറ്റെടുത്തു. അങ്ങനെ ആ മനുഷ്യൻ്റെ മൃതസംസ്കാര സമയമായി അന്തോണി അച്ഛൻ ആ മരിച്ചയാളുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. മൃതസംസ്കാരത്തിൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ശുശ്രൂഷയ്ക്കിടയിൽ സുവിശേഷം വായിച്ചു.
അങ്ങനെ അന്തോണിയച്ചൻ വചന സന്ദേശം കൊടുക്കാൻ ആരംഭിച്ചു. ഈ വചന സന്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അന്തോണിയച്ചൻ ഇതിനിടയിൽ പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിലെ ധനികനായ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ ശവമഞ്ചത്തിൽ നമുക്കെല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കിടക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഈ ശരീരത്തിനുള്ളിലില്ല. ഇത് കേട്ടപാടെ ആളുകളൊക്കെ അത്ഭുതത്തോടും ഉത്കണ്ഠയോടും ചിലർ നെറ്റിയൊളിച്ചൊക്കെ അന്തോണിയച്ചനെ നോക്കാൻ തുടങ്ങി. പലരും ചിന്തിച്ചു, അന്തോണിയച്ചൻ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ ഹൃദയമില്ലെന്നോ? ഹൃദയം എവിടെ പോയിട്ടുണ്ടാകും? അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ അന്തോണിയച്ചനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്തോണിയച്ചൻ വീണ്ടും തുടർന്നു, നിങ്ങൾ എന്നെ നെറ്റി വിളിച്ച് ആരും നോക്കരുത്. ഇദ്ദേഹത്തിൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിലെ അലമാരയ്ക്കുള്ളിൽ അടക്കി വച്ചിരിക്കുന്ന പണത്തോടൊപ്പമുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. പ്രിയമുള്ളവർ, ഇത് കേട്ടപാടെ ഈ മനുഷ്യൻ്റെ തൊട്ടടുത്ത ബന്ധുക്കൾ ചിലർ ഓടി കിടപ്പുമുറിയിലേക്ക് ചെന്നു. അലമാര തുറന്നു പണം സൂക്ഷിച്ചിരുന്ന ആ വലിപ്പ് തുറന്നു നോക്കുമ്പോൾ അടുക്കി വച്ചിരിക്കുന്ന നോട്ടുകൾക്കിടയിൽ ചോര വാർന്നൊലിക്കുന്നൊരു ഹൃദയം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ബന്ധുക്കൾ ചോരയൊലിക്കുന്ന ഹൃദയവുമായി ആ സമൂഹ മധ്യത്തിലേക്ക്, ഈ ശവമഞ്ചത്തിനരികിലേക്ക് കടന്നു വന്നു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജീവസുറ്റ വചനം എത്രയോ സത്യമാണ്. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. മരണത്തിൽ പോലും ആ ജീവിതത്തിന് നിക്ഷേപമായി കണ്ടതിനെ വിട്ടുപേക്ഷിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യന് ആവില്ല എന്നതിൻ്റെ മഹനീയമായ ഉദാഹരണമാണ് അന്തോണിയച്ചൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവം. പ്രിയമുള്ളവരെ, പലപ്പോഴും പലർക്കും മരണമെന്നത് ഒരു വലിയ പേടി സ്വപ്നമായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ലോകത്തിൽ ജീവിതത്തിൽ വിലയുള്ളതായി അത്ര കണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ സമ്പത്തോ ജീവിതത്തിൽ മറ്റേതെങ്കിലും വസ്തുക്കളോ ഭൂമിയോ ഒക്കെ ആയിത്തീരുമ്പോഴാണ് മരണത്തിൽ അതിനെ വിട്ടുപേക്ഷിക്കാൻ അത്യധികമായി ദുഃഖമുണ്ടാകുക, വേദനയുണ്ടാകുക. എന്നാൽ ജീവിതത്തിൽ ഒന്നിനും ദൈവത്തേക്കാൾ അപ്പുറം വില കൊടുക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുക അതെത്ര മനോഹരമാണ്. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ വളരെ മനോഹരമായി കുറിച്ചു വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവത്തിൽ നിന്ന് പൗലോസ്ലീഹ പറയുകയാണ്, എനിക്കിനി എൻ്റെ ദൈവത്തോട് ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എത്രയേ വേഗം മരിച്ച് എനിക്ക് ആ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഈ ജീവിതത്തിൽ ചെയ്യാൻ ദൈവം വരമേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു കഴിയുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയണം, ഇതാ ഞാൻ ദൈവമേ എൻ്റെ ഓട്ടം, ഈ ഭൂമിയിലെ എൻ്റെ ഓട്ടം ഏതാണ്ടൊക്കെ പൂർത്തിയാക്കി. ഞാൻ ചെയ്യാനുള്ളതൊക്കെ എൻ്റെ കടമകൾ ഞാൻ ചെയ്തു തീർത്തു. നല്ല ദൈവമേ, ഇനി എൻ്റെ പ്രാർത്ഥന നല്ലൊരു ഒരുക്കത്തോടെ നിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന എൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവർ, ഇതുപോലെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകാൻ ഇടവരിക എന്നതാണ് ഒരു മനുഷ്യായുസിൻ്റെ, ഒരു ദൈവമകൻ്റെ, ദൈവമകളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. പലപ്പോഴും നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെ പോകാൻ ആർക്കെങ്കിലും ആകുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വചന വെളിച്ചത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് നമുക്ക് നോക്കാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കണം. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ദൈവത്തേക്കാൾ അപ്പുറം പലതിനും ഒന്നാം സ്ഥാനം നൽകുമ്പോഴാണ് മരണമെന്നത് ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമായി തീരുക. എന്നാൽ പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് അസീസി പുണ്യവാൻ്റെ മനോഹരമായ ജീവിതത്തിൽ അസീസി പുണ്യവാൻ മരണത്തെ എൻ്റെ പ്രിയ മണവാട്ടി എന്നാണ് വിളിച്ചത്. മരണമേ എൻ്റെ പ്രിയ മണവാട്ടി, നീ എന്താണ് എന്നെ തേടി വരാത്തത് എന്നൊരു വിലാപം പോലും, പ്രാർത്ഥന പോലും അസീസി പുണ്യവാൻ മരണത്തെ വിളിച്ച് നടത്തിയെങ്കിൽ പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടാണത്? മരണമെന്നത് ദൈവത്തിൻ്റെ പക്കലേക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാനുള്ളൊരു കവാടമാണ്, ഒരു വാതിലാണ്. ഈ മരണമെന്ന വാതിലിലൂടെയാണ്
ഞാൻ നിത്യതയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കമാകണം. നിത്യതയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കമായിട്ട് വേണം ഈ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിന് ഓരോ വർഷത്തെ ഓരോ ദിനത്തെ കാണുവാൻ, കരുതുവാൻ. അപ്രകാരം കരുതി ജീവിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തോടെ അസ്സിസി പുണ്യവാനെ പോലെ പാട്ടും പാടി തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു പോകുവാൻ സാധിക്കും. ദൈവം നമുക്ക് നൽകിയ നിയോഗം ഇതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നിയോഗം ഇതാണ്. അത് മറ്റുള്ള മനുഷ്യരെ പോലെയുള്ളതല്ല. ഇത് സവിശേഷമായൊരു വിളിയാണ്, നിയോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകി ആ ദൈവത്തിൻ്റെ പക്കലേക്കുള്ളൊരു യാത്രയാക്കി ജീവിതത്തെ മാറ്റുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നുചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന നിൻ്റെ കരുണയ്ക്ക്, കൃപയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗത്തിൽ നിത്യതയിൽ നീ ഞങ്ങളെ കാത്തിരിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ, അങ്ങേ പക്കലേക്കുള്ള ആ യാത്രയ്ക്ക് ഒരുക്കമായി ഈ ലോക ജീവിതത്തെ കാണുവാൻ, കരുതുവാൻ നീ ഞങ്ങൾക്ക് ജ്ഞാനവും കൃപയും നൽകണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ പിതാവ് പരമേൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് അവിടുന്ന് നിത്യതയിൽ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി ചെന്നത്. കർത്താവ്, ഞങ്ങളുടെ ഈ ലോക ജീവിതം ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഈ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പൗലോസ്ലീഹായെ പോലെ ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ ന്യായാധിപനായ നീതിമാനായ കർത്താവ് എനിക്ക് നീതിയുടെ കിരീടം അണിയിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിൻ്റെ പക്കലേക്ക് കടന്നു വരുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ തിരുവചനങ്ങളിലൂടെ ദൈവം ഞങ്ങൾക്കായി കൈമാറി നൽകുന്ന ആ ജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിയെല്ലാം പ്രകാശിപ്പിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. അമ്മ ദൈവമാതാവെ, സ്വർഗത്തിലായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധരോട് ചേർന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ, ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സംരക്ഷണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും, നിയോഗങ്ങളെ, ആവശ്യങ്ങളെയും ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗത്താൽ വേദനിക്കുന്നവരായ ആശുപത്രികളിൽ, ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. തൊഴിൽരഹിതരായി കഴിയുന്ന നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിൻ്റെ അനന്തകാരുണ്യത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. വിദ്യാലയത്തിലേക്കും വിദ്യാഭ്യാസത്തിനായി കലാലയങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനയിൽ യേശുകരങ്ങളിൽ സമർപ്പിക്കാം. വിവാഹത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന യുവതിയുവാക്കന്മാരെ പ്രത്യേകം യേശുകരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും ഭാരങ്ങളിലും ദുരിതങ്ങളിലും സങ്കടങ്ങളിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിത നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവ്, ഞങ്ങളൊന്ന് ചേർന്നങ്ങി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ നിൻ്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് കത്തോലിക്കാ തിരുസഭയോടും തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോട് ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെല്ലാം സ്വർഗത്തിലെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിലും പീഡനങ്ങളിലും നിന്ദാപമാനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തോട് സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രോത്സാഹനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി മാറ്റുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനകളിൽ, ജപമാലകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മറിയം കൂടാരങ്ങൾ പ്രേക്ഷിത മക്കൾ രാവും പകലും നിങ്ങളുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥനയിലാണ്. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുതലും കരുണയും നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും ഒരു നല്ല സുദിനം നേരുന്നു. ആമേൻ.